നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്നില്ല ഏരിയ കോഡിലെ അല്ലേ നമ്മൾ അതിലൊക്കെ പഠിച്ചു എല്ലാം പഠിച്ചില്ലേ അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് ട്രപ്പീസ് ട്രപ്പീസ് എന്താണെന്നറിയോ എന്താണ് ട്രപ്പീസ് എന്നത് അപ്പം ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ a quadrilateral with one pair of opposite sides are parallel. ഇതിനെയാണ് എന്ന് പറയുന്നത് ട്രപ്പീസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രപ്പീസിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ട്രപ്പീസിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇത് നമുക്ക് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഡയഗണൽ വെച്ച് അല്ലേ. അപ്പം ഒരു ഡയഗണൽ പറഞ്ഞാൽ ഒരു ഡയഗണലാണ് DB. അടുത്ത ഡയഗണൽ നമ്മളൊരു ഡയഗണൽ വരയ്ക്കുമ്പോൾ ട്രപ്പീസിന് എന്തായിട്ട് എടുക്കാം രണ്ട് ഒരു ലോവർ ട്രയാങ്കിൾ ഒരു അപ്പർ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ area of trapeze എന്ന് പറയുന്നത് sum of lower triangle plus sum of upper triangle. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം lower triangle area ഈ സൈഡ് എന്തായിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാരലൽ സെറ്റ് നമുക്ക് A എന്നും B എന്നും റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ ഹൈറ്റിന് എന്തായിട്ട് എടുക്കാം നമുക്കൊരു D എന്ന് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റിന് എന്ത് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഹൈറ്റിനെ D എന്ന് കൊടുക്കാം. അപ്പൊ ഈ ലോവർ ട്രയാങ്കിളിന്റെ ബേസ് ഏതാ A. അപ്പം ഹാഫ് BHന് ലോവർ ട്രയാങ്കിളിന്റെ ബേസ് A ഹാഫ് ഇൻറ്റു D ഇൻറ്റു ഹൈറ്റ് എന്താ ഇനി അടുത്ത് നമുക്ക് ഏരിയ ഓഫ് അപ്പർ ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. അവിടുത്തെ ബേസ് എന്താവുക ഏരിയ ഓഫ് അപ്പർ ട്രയാങ്കിൾ T. ഹൈറ്റ് എന്താ D. നമുക്ക് രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഇതിന്റെ സമ്മാണ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രപ്പീസിയം. സോ ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു half AD plus half B into D. നമുക്ക് ഇതിനെ എന്തെല്ലാം കോമൺ എടുക്കാൻ പറ്റും half D നമുക്ക് കോമൺ എടുക്കാം. എന്തെങ്കിലും A plus B. ഇതിനെ ജനറലായിട്ട് നമുക്ക് എന്താ പറയാം ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു half into sum of the parallel sides into perpendicular distance എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുക്കാം ഏരിയ ഓഫ് ട്രപ്പീസിയത്തിന്റെ ഇക്വേഷൻ എന്താ D A plus B. അല്ല D എന്താ height A and B parallel sides. നമ്മൾ പഠിച്ചത് ഏരിയ ഓഫ് ട്രപ്പീസിയം ആണ്. ഏരിയ ഓഫ് ട്രപ്പീസിയം ചെയ്യാൻ നമ്മൾ ആദ്യം ട്രപ്പീസിയത്തിനെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് പിന്നെ ഏരിയ ഓഫ് ലോവർ ട്രയാങ്കിളും ഏരിയ ഓഫ് അപ്പർ ട്രയാങ്കിളും കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന്റെ സമ്മാണ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രപ്പീസിയം. മനസ്സിലായോ? തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം.
ഡിസ്റ്റൻസിന് 6 എന്ന് കൊടുക്കാം. അപ്പം ഏരിയ ഓഫ് ട്രപ്പീസിയം നമുക്ക് എന്താ എഴുതാം? ഏരിയ ഓഫ് ട്രപ്പീസിയം ആ ഇക്വേഷൻ എന്താ? h means half into half into d എന്താണ്? a 3 plus 2 and then half into 6 into 3 plus 2 5 half into 30 to 50 centimeter square. നമ്മൾ എന്താ ചെയ്തത്? ഏരിയ ഓഫ് ട്രപ്പീസിയം കണ്ടുപിടിച്ചാൽ